ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. വിഷു ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കാം എന്നുള്ളത് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പച്ചരിയാണ്, 4 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിടണം. ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടുവാണ് നല്ലത്. നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് ഇതിന് ശേഷം കഴുകി വാരി എടുത്തു വെച്ചതാണ്. ശർക്കരയുണ്ട്, ശർക്കര നല്ല തിക്കായിട്ടുള്ളതാണ് ശർക്കരയുടെ പാനീയം. റവ വേണം, ചോറ് വേണം. 1 ഗ്ലാസ് ആണ് ചോറ് എടുത്ത് വെച്ചിരിക്കുന്നത്. ജീരകം, ഏലക്ക എല്ലാം ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ, റവ അരയ്ക്കുന്ന കൂട്ടത്തിൽ എടുക്കുന്നില്ല കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. 2 പ്രാവശ്യമായിട്ട് വേണം, കൂടുതലുള്ളതുകൊണ്ട് അരച്ചെടുക്കാൻ. ആ കൂട്ടത്തിൽ ഏലക്കയും ജീരകവും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ്, അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് നല്ല ചൂടോടുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് നല്ല കുറുകിയിരിക്കണേ. ശർക്കരയൊന്നും അതിപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും നമ്മൾ ഉരുക്കിയെടുക്കരുത്. 2-3 ട്രിപ്പായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. റവ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1/2 കപ്പ് മിച്ചമുണ്ട് കേട്ടോ റവ. അതും ചേർത്ത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ നമ്മൾ ഇത്തിരി സോഡാപ്പൊടി ചേർക്കണം. അതല്ല കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മളൊന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ നമ്മുടെ നെയ്യപ്പത്തിനകത്ത് നെയ്യപ്പം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിന് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചിരവിയ തേങ്ങ ഇട്ട് വറക്കാൻ പോവാണ്. ലോ ഫ്ലെയിമിലിടണേ. ചിരവിയ തേങ്ങ ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിടണം. അത് ഫ്രൈ ആയി വരുന്ന സമയം ഓഫ് ചെയ്യുവാണ് ഞാൻ. ഇനി ഓഫ് ചെയ്ത് അതിനകത്തേക്ക് നല്ല എള്ള ഇട്ട് കൊടുത്ത്, ആ നെയ്യുടെ ചൂട് മതി കേട്ടോ. ആ എള്ളൊന്ന് നല്ല മൂത്ത നല്ല മണം വരും. ഇത് നമുക്ക് നെയ്യ് ഇച്ചിരി കൂടുതൽ വേണേ, കാരണം മാവിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഞാൻ ആ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് നമ്മുടെ മാവ് 3-4 മണിക്കൂറായി ഞാനിത് കലക്കി വെച്ചിട്ട്. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. നമ്മൾ റവ ഇട്ടത് കൊണ്ട് തന്നെ കറക്റ്റ് പാകത്തിന് നമുക്ക് ആ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും നമ്മുടെ എള്ളും കൂടെ അങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണേ, എന്നാലേ നമുക്ക് എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. ആ എള്ള് കടിക്കുന്നത് നെയ്യപ്പത്തിന് നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ. ഇന്ന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണേലും, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം. അത് മാവ് ഒരു കുഴിയുള്ള പാത്രമാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒഴിച്ചു കൊടുത്ത് മാവിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് എണ്ണയൊന്ന് കോരി ഒഴിക്കുവാണെങ്കിൽ ആ മോള് ഭാഗം ഒന്ന് ഉണങ്ങിയതിന് ശേഷം മറിച്ചിടുകയാണ് നല്ലതെന്ന്. അപ്പം അങ്ങനെ ആകുമ്പോൾ പൊട്ടുമൊന്നും ചെയ്യത്തില്ല. അതിന് ഇതുപോലെ നമ്മുടെ ബാക്കി എല്ലാ നെയ്യപ്പം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. ഈ റവയും തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ ഉൾഭാഗം നല്ല നിറഞ്ഞിരിക്കും. ഇങ്ങനെ പൊളിക്കുമ്പോൾ ഇങ്ങനെ എന്താ അതിനുള്ളിൽ കാലിയായിട്ട് വരത്തില്ല. എന്താ അതിന് പറയേണ്ടതെന്ന് എനിക്ക് പറ്റുന്നില്ല. അതായത് നമുക്ക് നല്ല നിറഞ്ഞ നല്ല രസമായിരിക്കും. നല്ല രസത്തിലുള്ളൊരു നെയ്യപ്പമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നല്ല ചൂടോടുകൂടിയാണ് ഞാൻ ഇത് പൊളിച്ച് കാണിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഉൾഭാഗം എല്ലാം നല്ല രസമായിട്ടുണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.